അല്ല, വയനാട്ടിനെ പറ്റി അതിന് മുമ്പ് വേറെ പറയാനുണ്ട്. നിങ്ങൾ വയനാട് ഞാൻ പറയാം, അതിന് മുമ്പ് പറയാനുണ്ട്. കേരളത്തിൽ പ്രാകൃതമായ രീതിയിലുള്ള റാഗിങ്ങിന് നേതൃത്വം നൽകുന്നത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFI തന്നെയാണ്. SFI ഏറ്റവും വലിയൊരു സാമൂഹ്യ വിരുദ്ധ സംഘടനയായി മാറിയിരിക്കുക. ഭീകരവാദ സംഘടനകളെക്കാൾ വലിയ ക്രൂരതയാണ് SFI കലാലയങ്ങളിൽ, വിദ്യാലയങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിഭീകരമായ തോതിലുള്ള മനുഷ്യാവകാശ ലംഘനമാണ് SFI നേതാക്കന്മാർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈത്തിരിയിലെ സിദ്ധാർത്ഥൻ്റെ ദാരുണമായ കൊലപാതകത്തിന് ശേഷവും നിർബാധം അത് തുടരുന്നത് സർക്കാരിൻ്റെയും ഭരണകക്ഷിയുടെയും പിന്തുണയോടുകൂടിയാണ്. സർക്കാർ സഹായിക്കുന്നത് കൊണ്ടാണ്, പോലീസ് സഹായിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള റാഗിങ്ങൾ സംസ്ഥാനത്ത് തുടരുന്നത്. റാഗിംഗ് കേസുകളിലെ പ്രതികൾക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു, കേസുകളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി കൊടുക്കുന്നു. ഇതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. SFI എന്ന് പറയുന്ന സാമൂഹ്യ വിരുദ്ധ സംഘടനയെ ഒറ്റപ്പെടുത്താൻ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. റാഗിങ്ങിനെതിരായി, റാഗിങ്ങിൻ്റെ പേരിൽ ഭീഷണി നേരിടുന്ന വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ BJP കൈക്കൊള്ളും. എല്ലാ ജില്ലകളിലും ഹെൽപ്പ് ഡെസ്കുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആരംഭിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി കോട്ടയം ജില്ലയിലെ ആദ്യത്തെ ഹെൽപ്പ് ഡെസ്ക് നിലവിൽ വന്നു കഴിഞ്ഞു. ഒരു ഫോൺ നമ്പറിലൂടെയോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജിലൂടെയോ ഇത്തരം ഭീഷണി നേരിടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞങ്ങളെ സമീപിക്കാം. എന്ത് പ്രതിരോധമുണ്ടായാലും SFIക്കാരെ നേരിടാൻ ഞങ്ങളുടെ പ്രവർത്തകരെ രംഗത്ത് വരും. ഈ സാമൂഹ്യ വിരുദ്ധ സംഘടനയെ ഒറ്റപ്പെടുത്താൻ, ജനങ്ങളെ അണിനിരത്തി ചെറുത്ത് തോൽപ്പിക്കാനുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ കേരളത്തിൽ കൊണ്ടുവരും. വേണ്ടി വന്നാൽ അത്തരം സാമൂഹ്യ വിരുദ്ധ സംഘടനകളെ കൈകാര്യം ചെയ്യാനും ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാവും എന്നുള്ളത് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം.